ഹായ് ഫ്രണ്ട്സ്, ഐ ആം ഡോക്ടർ രാജേന്ദ്രൻ, CMO ദീപം ഹോസ്പിറ്റൽ. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ത്രോംബോ അഞ്ചൈറ്റിസ് ഒബ്ലിറ്ററൻ, TAO, അല്ലെങ്കിൽ ഇതിന് വേറൊരു പേര് ബെർഗേഷ് ഡിസീസ് എന്ന് പറയും. അപ്പൊ ഈ വാക്കിൽ നിന്ന് തന്നെ ത്രോംബോ അഞ്ചൈറ്റിസ് ഒബ്ലിറ്ററൻസ് എന്ന് പറയുമ്പോൾ അവിടെ അഞ്ചൈറ്റിസ് എന്ന് പറയുന്നത് ഇൻഫ്ലമേഷൻ ഓഫ് ദി വെസൽ. ത്രോംബസ് എന്ന് പറയുമ്പോൾ അവിടെ ബ്ലഡ് ക്ലോട്ട് ഉണ്ട്. ഒബ്ലിറ്ററൻസ് എന്ന് പറയുന്നത് അവിടെ തടസ്സമുണ്ട്. അപ്പൊ ഈ വാക്കിൽ നിന്ന് തന്നെ നമുക്ക് കാര്യം പിടികിട്ടും. ബ്ലഡ് വെസൽ ഇൻഫ്ലമേഷൻ വന്നിട്ട് ത്രോംബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ് ക്ലോട്ട് ഉണ്ടായിട്ട് അവിടെ ബ്ലഡ് ഫ്ലോയ്ക്ക് തടസ്സം വരുന്നു. അതാണ് ഈ അസുഖം. ഇത് സാധാരണ ചെറിയ ആർട്ടീരിയോൾസ് തൊട്ട് മീഡിയം സൈസ് ആർട്ടറി വരെയാണ് ഇത് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഉദാഹരണത്തിന് പ്ലാന്റാർ ആർട്ടറി, റേഡിയൽ ആർട്ടറി, ടിബിയൽ ആർട്ടറി, ഇതിലൊക്കെയാണ് ഈ സാധാരണ ഈ ത്രോംബോ അഞ്ചൈറ്റിസ് ഒബ്ലിറ്ററൻസ് ഉണ്ടാകുന്നത്. ഇത് സാധാരണ 40 വയസ്സിന് താഴെയുള്ള ആണുങ്ങൾക്കാണ് ഇത് വരെ. പെണ്ണുങ്ങൾക്ക് ഇത് വളരെ കുറവായി. അങ്ങനെ സ്ത്രീകൾക്ക് ഇത് ഉണ്ടാകാറേ ഇല്ല. ഈ TAOയിൽ നാരോവിങ് ഓഫ് ദി ബ്ലഡ് വെസൽസ് ഒരു യൂണിഫോം ആയിട്ട് നാരോ. പുകവലി ആണ് ഇതിൻ്റെ ഏറ്റവും വലിയ റിസ്ക് ഫാക്ടർ. ഇത് സാധാരണ പുകവലിക്കാർക്ക് മാത്രം കണ്ടുവരുന്ന ഒരു അസുഖമാണ്. ഇനി ഇതിൻ്റെ സിംറ്റംസ് പറയാം. അപ്പോൾ അതിൽ ഈ ആർട്ടീരിയൽ ഒക്ലൂഷൻ്റെ സിംറ്റംസ് എല്ലാം ഇവിടെ വരും. ഒന്നാമതായിട്ട് ക്ലോഡിക്കേഷൻ പെയിൻ. ഇപ്പം ഇദ്ദേഹം നടന്ന് തുടങ്ങി കുറച്ച് ദൂരം നടന്ന് കഴിയുമ്പോൾ ഇദ്ദേഹത്തിന് ആ ഇൻവോൾവ് ആയിട്ടുള്ള മസിൽസിന് നല്ല പെയിൻ അനുഭവപ്പെടും. അപ്പോൾ ഈ ഡിസ്റ്റൻസിന്, ഇപ്പോൾ യാത്ര തുടങ്ങി ആ വേദന തുടങ്ങുന്ന ആ ഡിസ്റ്റൻസിന് ക്ലോഡിക്കേഷൻ ഡിസ്റ്റൻസ് എന്ന് പറയും. അപ്പോൾ വേദന തുടങ്ങി കഴിഞ്ഞ് പുള്ളി അവിടെ ഇവിടെയൊക്കെ കുറച്ച് നേരം നോക്കിയൊക്കെ നിന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ പുള്ളിയുടെ വേദന മാറും. പിന്നെയും നടക്കും, പിന്നെയും പെയിൻ തുടങ്ങും. ഇതാണ് ഇതിൻ്റെ ആദ്യ സ്റ്റേജ്. അപ്പോൾ ഈ ക്ലോഡിക്കേഷൻ ഡിസ്റ്റൻസിനെ അഫക്റ്റ് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ. ഒന്ന്, അവൈലബിൾ ബ്ലഡ് സപ്ലൈ. ഇതാണ് ഏറ്റവും ആദ്യത്തത്. അടുത്തത് സൈറ്റ് ആൻഡ് എക്സ്റ്റെൻറ്റ് ഓഫ് ഒബ്സ്ട്രക്ഷൻ. അപ്പോൾ ഈ ഒബ്സ്ട്രക്ഷൻ കൂടുതൽ വ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ക്ലോഡിക്കേഷൻ ഡിസ്റ്റൻസ് വളരെ കുറവായിരിക്കും, പെട്ടെന്ന് തന്നെ. പിന്നെ കൊളാറ്ററൽസ് ഉള്ള ആർട്ടറി. ഇപ്പോൾ ഇദ്ദേഹത്തിന് ഒരു ക്ലോഡിക്കേഷൻ ഇദ്ദേഹത്തിന് TAO ബാധിച്ചിരിക്കുന്നത് ആ വെസലിന് ഇഷ്ടം പോലെ കൊളാറ്ററൽസ് ഉണ്ടെങ്കിൽ ക്ലോഡിക്കേഷൻ ഡിസ്റ്റൻസ് കുറച്ച് കൂടി. അതുപോലെ ഈ പേഷ്യൻറ്റിൻ്റെ ജനറൽ ഹെൽത്ത്, അദ്ദേഹം സിവിയർലി അനീമിക് ആണെങ്കിൽ ക്ലോഡിക്കേഷൻ ഡിസ്റ്റൻസ് കുറവായിരിക്കും. അതുപോലെ ഇദ്ദേഹത്തിന് ഹാർട്ട് ഫെയിലിയർ പോലുള്ള അസുഖം ഉണ്ടെങ്കിൽ ക്ലോഡിക്കേഷൻ ഡിസ്റ്റൻസ് കുറവാണ്. അതുപോലെ വേറെ ഇതിനെ അഫക്റ്റ് ചെയ്യണ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് സ്പീഡ് ഓഫ്. പുള്ളി വളരെ സ്ലോയിലാണ് നടക്കണമെങ്കിൽ ക്ലോഡിക്കേഷൻ ഡിസ്റ്റൻസ് കൂടിയിരിക്കും. അദ്ദേഹം ഭയങ്കര സ്പീഡിലാണ് നടക്കണമെങ്കിൽ ക്ലോഡിക്കേഷൻ ഡിസ്റ്റൻസ് കുറഞ്ഞു. സാധാരണ ഈ ക്ലോഡിക്കേഷൻ പെയിൻ കാഫ് മസിൽസിനെയാണ് കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നത്. അങ്ങനെ ഈ അസുഖം മൂർച്ഛിച്ച് വരുമ്പോൾ പുള്ളി പിന്നെയും സ്മോക്കിങ് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഈ കണ്ടീഷനൊക്കെ എന്നാണ് ക്ലോഡിക്കേഷൻ പെയിനൊക്കെ ഉണ്ടായി തുടങ്ങിക്കഴിഞ്ഞിട്ടും പുള്ളി സ്മോക്കിങ് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഈ ക്ലോഡിക്കേഷൻ ഡിസ്റ്റൻസ് കുറഞ്ഞു വരും. ക്ലോഡിക്കേഷൻ ഡിസ്റ്റൻസ് കുറഞ്ഞ് അവസാനം ഇദ്ദേഹത്തിന് റെസ്റ്റ് പെയിൻ വരും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ് സപ്ലൈ ഈ മസിലിന് പുള്ളി റെസ്റ്റ് ചെയ്യുമ്പോഴും പോരാ. അതുകൊണ്ടാണ് ഇദ്ദേഹത്തിന് റെസ്റ്റ് പെയിൻ വരുന്നത്. അപ്പോൾ ബെയിലിയൻ ലോയിൽ ഈ റെസ്റ്റ് പെയിനെ പറ്റി ഒരു വർണ്ണനയുണ്ട്. അദ്ദേഹം ഈ കാല് ഹിപ്പ് ജോയിൻറ്റ് ഫ്ലെക്സ് ചെയ്ത് അതുപോലെ നീ ജോയിൻറ്റ് ഫ്ലെക്സ് ചെയ്തിട്ട് ആ പെയിനുള്ള കാലിൻ്റെ പാദത്തെ പിടിച്ച് മേപ്പോട്ടും നോക്കി ഒരു നിസ്സഹായ അവസ്ഥയിലിരിക്കുന്ന ഒരു വർണ്ണന. അപ്പോൾ ഇത് കാർട്ടൂണിസ്റ്റിൻ്റെ ഭാവനയിൽ ഞാൻ വരച്ചു വെച്ചിരിക്കുകയാണ്. റെസ്റ്റ് പെയിൻ്റെ ഒരു ഈ റെസ്റ്റ് പെയിൻ പ്രിസിപ്പിറ്റേറ്റ് ചെയ്യാനുള്ള ചില കാരണങ്ങളുണ്ട്. ഉദാഹരണത്തിന് സെല്ലുലൈറ്റിസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പരോണിക്ക ഉണ്ടെങ്കിൽ ഒക്കെ ഇദ്ദേഹത്തിന് റെസ്റ്റ് പെയിൻ കൂടാൻ സാധ്യത. അതിനെ റെസ്റ്റ് പെയിൻ പ്രിസിപ്പിറ്റേറ്റ് ചെയ്യാൻ സാധ്യതയുള്ള ഘടകങ്ങളാണ്. അപ്പോൾ ഈ കാർട്ടൂൺ വരച്ചു വെച്ചിരിക്കുന്നത് ഒരു ടിപ്പിക്കൽ സഫററിൻ്റെ പടമാണ്.
ഇവിടെ വേദന കുറക്കാനായിട്ട് വേദന സംഹാരിക്ക് വലിയ റോളില്ല. വേദന സംഹാരികൾ കൊടുത്താലൊന്നും ഈ പെയിൻ കുറയാൻ സാധ്യത. അപ്പോൾ ഈ വേദന സഹിക്കാൻ പറ്റാതെ അദ്ദേഹം സർജൻ്റെ അടുത്ത് കെഞ്ചുന്ന ഒരവസ്ഥയുണ്ട്. എൻ്റെ കാലൊന്ന് മുറിച്ചു തരുമോ എന്ന് കെഞ്ചുന്ന ഒരവസ്ഥയുണ്ട്. ചിലർ കസേരയിലിരുന്ന് ഉറങ്ങും, ചിലപ്പോൾ കസേരയിലിരുന്ന് കാല് തൂക്കി താഴത്തോട്ടിട്ടുണ്ട് ഇരുന്ന് ഉറങ്ങുമ്പോൾ ചിലപ്പോൾ അദ്ദേഹത്തിന് ഉറങ്ങാൻ പറ്റിയെന്നിരിക്കും. അതുപോലെ തന്നെ കട്ടിലയിൽ കിടക്കുമ്പോൾ അതിൻ്റെ എഡ്ജിൽ കൂടെ കാല് താഴത്തോട്ട് തൂക്കിയിട്ടുണ്ട്, ചിലപ്പോൾ അദ്ദേഹത്തിന് ഉറങ്ങാൻ പറ്റി. അതുപോലെ അഫക്റ്റഡ് ലിംബും മറ്റേ ലിംബുമായിട്ട് നമ്മൾ തൊട്ട് നോക്കുമ്പോൾ തണുപ്പ് ചിലപ്പോൾ ഇച്ചിരി കൂടുതലായിരിക്കും, മറ്റേതിൻ്റെ ടെമ്പറേച്ചർ ഇച്ചിരിയുടെ കൂടി നിൽക്കും. അതുപോലെ നമ്നെസ് അനുഭവപ്പെടാം, ചിലപ്പോൾ കളർ ചേഞ്ച് അനുഭവപ്പെടാം. ഇതിൻ്റെ മൂർധന്യാവസ്ഥയിൽ ഈ രക്തഓട്ടം വളരെ കുറഞ്ഞിട്ട് ഗാംഗ്രീൻ എന്ന് പറഞ്ഞൊരു കണ്ടീഷനുണ്ട്. എന്ന് പറഞ്ഞാൽ വിരലൊക്കെ ഉണങ്ങി അങ്ങ് പോകും. അതുപോലെ കാലിൻ്റെ അല്ലെങ്കിൽ കൈയുടെ, ഇപ്പോൾ റേഡിയൽ ആർട്ടറി ആണെങ്കിൽ കൈയുടെ വിരൽ ആണെങ്കിൽ ബ്ലാക്ക് കളർ വന്നിട്ട് ഉണങ്ങിപ്പോകും. ഇനി ഇതിൻ്റെ ഡയഗ്നോസിസ് രക്തഓട്ടം കുറവാണെന്ന് നമ്മൾ രണ്ട് കാലിലെയും പൾസ് പിടിച്ചു നോക്കുമ്പോൾ തന്നെ ഒരുമാതിരി അറിയാൻ പറ്റും. അതുപോലെ ഹിസ്റ്ററിയിൽ അമിതമായ പുകവലി, അത് എസ്പെഷ്യലി ബീഡി സ്മോക്കേഴ്സ്, അങ്ങനെ ഒരു ഹിസ്റ്ററി ഉണ്ടെങ്കിലും നമുക്ക് ഇത് ഊഹിക്കാം. ഈ ഒരു കാലയിൽ പൾസ് കുറവും ഒരു കാലയിൽ കുറച്ചുകൂടെ നല്ല പൾസും കിട്ടുകയാണെങ്കിൽ ആ കാലിന് ബ്ലഡ് സപ്ലൈ കുറവാണെന്ന് ഊഹിക്കാം. അതുപോലെ MRI, ആൻജിയോഗ്രാം, ലോവർ ലിംബ്, ഇതൊക്കെ നമുക്ക് സംഗതിയൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. ട്രീറ്റ്മെൻറ്റ് സൈഡിൽ അദ്ദേഹം പുകവലി നിർത്താതെ യാതൊരു മാർഗവും യഥാർത്ഥത്തിലില്ല. അപ്പോൾ നമ്മുടെ ബെയിലിയൻ ലോയിൽ അങ്ങനെ ഒരു വാക്ക് തന്നെ പറഞ്ഞിട്ടുണ്ട്, യു ക്യാൻ ഹാവ് സിഗരറ്റ് ഓർ യു ക്യാൻ ഹാവ് യുവർ ലെഗ്, യു കനോട്ട് ഹാവ് ബോത്ത്. ഇത് രണ്ടും കൂടെ ഒരിക്കലും പറ്റത്തില്ല. ഒന്നുകിൽ സിഗരറ്റും കൊണ്ട് നടക്കാം, അല്ലെങ്കിൽ കാലും കൊണ്ട് നടക്കാം. അപ്പോൾ ഇത് രണ്ടും കൂടെ ഒരിക്കലും പറ്റത്തില്ല. പിന്നെ ഒരു സർജറി ഉണ്ട്, രക്തഓട്ടം കുറേയൊക്കെ കിട്ടുന്ന ഒരു ലംബാർ സിമ്പതക്ടമി എന്ന് പറഞ്ഞൊരു സർജറിയുണ്ട്. ചിലപ്പോൾ ഈ പേഷ്യൻറ്റിന് പെയിനൊക്കെ കുറക്കാനോ അല്ലെങ്കിൽ ഗാംഗ്രീനിൻ്റെ ആ ഭാവമൊക്കെ ആയി കഴിഞ്ഞാൽ ഇവിടെ ആംബ്യൂട്ടേഷൻ ഇൻഡിക്കേറ്റഡ് ആവും. പിന്നെ മരുന്നായിട്ട് ഇതിന് ലോഡോസ് ആസ്പിരിൻ, ക്ലോപ്പിഡോഗ്രിൽ, ഇവിയോൺ, വൈറ്റമിൻ, ഇതിനൊന്നും യഥാർത്ഥത്തിൽ വലിയ പ്രയോജനമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. പേഷ്യൻ്റ് സ്മോക്കിംഗ് നിർത്തുന്നില്ലെങ്കിൽ വലിയ പ്രയോജനമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. അതുപോലെ അദ്ദേഹം ഹൈപ്പർ ടെൻസീവ് ആണെങ്കിൽ പ്രഷർ കൺട്രോൾ ചെയ്യാനായിട്ട് നിക്കാഡിയ ഉപയോഗിക്കുന്നത് കുറച്ചൊക്കെ നല്ലതാണ്. അതുപോലെ ഇദ്ദേഹം ഡയബറ്റിക് ആണെങ്കിൽ ഡയബറ്റീസ് കൺട്രോൾ ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ സൈഡ്. അപ്പോൾ അദ്ദേഹത്തിനോട് ബെയിലിയൻ ലവിൻ്റെ വാക്ക് ഒന്നുകൂടെ ഓർപ്പിച്ചിട്ട് വേണം വിടാനായിട്ട്. യു ക്യാൻ ഹാവ് യുവർ സിഗരറ്റ് ഓർ യു ക്യാൻ ഹാവ് യുവർ ലെഗ്, യു കനോട്ട് ഹാവ് ബോത്ത്. അപ്പോൾ TAOനെ പറ്റി പറയാനുള്ള ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഒന്നിട്ട് കാണുക, കണ്ടിട്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.